വളരെ നൊയമ്പ് കണിശമായി നോക്കേണ്ട തന്നെ ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ്. അപ്പോൾ അങ്ങനെ ചെറിയ തെറ്റുകൾ വന്നാൽ പോലും നമുക്കതിൽ നിന്നൊരു അനുഭവങ്ങളൊക്കെ അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ധാര്യം കെട്ടുന്ന സമയത്ത് എൻ്റെ ചെറിയൊരു അനുഭവം പറഞ്ഞാൽ, ധാര്യം പുറപ്പാടിന് ശേഷം പൂജ ചെയ്യുന്ന സമയത്ത് ദക്ഷിണ തന്നുകൊണ്ട് കുറച്ച് ഭക്തജനങ്ങൾ അവിടെ വന്നു. ആ സമയത്ത് ഞാൻ ദക്ഷിണ മേടിച്ചതിന് ശേഷം അവരെ ഒഴിഞ്ഞെടുക്കാന്ന് പറയും. ആ ഒഴിഞ്ഞ സമയത്ത് ഒഴിഞ്ഞ് പൈസ അവർ ദക്ഷിണ ഒന്നും ഞാൻ ഒഴിഞ്ഞ് പ്രസാദം പൂവായിട്ട് കൊടുത്തിട്ട് പോന്നു. പക്ഷെ യുദ്ധം ചെയ്യുന്ന സമയത്ത് 3 പ്രദക്ഷിണമാണ് നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ യുദ്ധസമയത്ത് ചെയ്യുക. അപ്പം രണ്ടാമത്തെ സമയമായപ്പോൾ എൻ്റെ കാലിൽ മസിൽ കയറിയിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ദാനോന്തരം കിട്ടിയ ആളാണ് ബാക്കി യുദ്ധം മുഴുവൻ ചെയ്തത്. അതിന് എൻ്റെ അച്ഛനാണ് അന്ന് കാളി കെട്ടിയത്. അപ്പം അദ്ദേഹം കലി കയറി മുടി പറിച്ചതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് അണിയറ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നീ എന്തെങ്കിലും ഗുരുത്വക്കാർ കാണിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞ സമയത്ത് കൂടേണ്ട ചേട്ടൻ പറഞ്ഞു ഇയാളിങ്ങനെ ഒഴിഞ്ഞു, അതായത് ഭക്തജനങ്ങളെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അടുത്ത് ചോദിച്ചത്, ഭദ്രകാളി പുറപ്പാടിന് മുമ്പ് ധാരികൻ മറ്റുള്ളവരെ ഒഴിഞ്ഞ് ദോഷം മാറ്റാനാണെങ്കിൽ ഭദ്രകാളിയുടെ പ്രസക്തി എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം അത് നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവമാണ്. കാരണം നമ്മളന്ന് പ്രസാദം മാത്രം കൊടുക്കാനേ പാടുള്ളായിരുന്നു, ഒഴിയാൻ പാടില്ല, അവരുടെ ദോഷങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഭദ്രകാളിയമ്മ ഉണ്ടല്ലോ, ഭദ്രകാളിയമ്മ ഉള്ളപ്പോൾ സമയത്ത് അസുരനായ ഒരാൾ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം അത് വ്രതത്തിൻ്റെയും നൊയമ്പിൻ്റെയൊക്കെ വളരെ പ്രസക്തി അവിടെ നോക്കിക്കാണും. അപ്പം ചില കാര്യങ്ങളാണെങ്കിൽ പോലും, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടെയും വളരെ ഭക്തിയോടെയും അർപ്പണ ബോധത്തോടെയും ചെയ്യേണ്ട ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ് എന്നത്. മധ്യകേരളത്തിലെ കാളീക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. ദാരികൻ എന്ന അസുരനെ വധിച്ച കാളിയുടെ വിജയാഘോഷം കൂടിയാണിത്. മുടിയേറ്റ് എന്ന കലാരൂപത്തെ ജനകീയമാക്കിയ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർക്കരയിൽ കൃഷ്ണപ്രസാദ് എന്ന കലാകാരനാണ് ഇന്ന് നമ്മുടെ അതിഥി. പേര് കൃഷ്ണപ്രസാദ്, മാഞ്ഞൂർ കൃഷ്ണപ്രസാദ് എന്ന് മുടിയേറ്റിൽ അറിയപ്പെടും. മാഞ്ഞൂർ പഞ്ചായത്ത്, മാഞ്ഞൂർ സൗത്ത് കരയിലെ സ്വദേശമാണ്. അച്ഛൻ്റെ വീടായ മേമുറിയിലാണ് മുടിയേറ്റ് കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്നത്. മേമുറി നാമകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ മൈതാനത്താണ് മുടിയേറ്റ് ആദ്യമായിട്ട് അറിവ് വെച്ച കാലം മുതലേ കാണുന്നത്. മുടിയേറ്റിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, കൊച്ചിലെ തൊട്ട് ഇത് കാണുകയും അതിനോടൊരു ഇഷ്ടവും അതിനോടൊരു ആഗ്രഹവുമാണ് ഇതിലേക്ക് എത്തിക്കാൻ കാരണമായത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പേരൂർ സുരേഷ് ചേട്ടൻ്റെ ശിക്ഷണത്തിൽ മേള അഭ്യസിച്ചത്. തുടർന്ന് അച്ഛൻ്റെ പ്രിയ സുഹൃത്തായ പുത്തൻകുരിശ് ചപ്പക്കുട്ടന്മാരോടൊപ്പം മുടിയേറ്റ് അഭ്യസിക്കാനായി അച്ഛൻ കൊണ്ടാക്കുകയും തുടർന്ന് ആ മുടിയേറ്റെന്ന കലാരൂപത്തിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയും തുടർന്ന് 8-9 വർഷക്കാലം അദ്ദേഹത്തിനൊപ്പം ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ സീസൺ സമയത്ത് നമ്മൾ പോവുകയും അവിടെ കൂടെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇതിൻ്റെ ഒരു കാലിക പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും മുടിയേറ്റുന്ന അനുഷ്ഠാന കലയെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യത്തിലാണ്. മുടിയേറ്റിൽ ഇപ്പോൾ 17 വർഷത്തോളം മുടിയേറ്റുന്ന കലാരൂപത്തിൽ നിൽക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോകാൻ സാധിച്ചിട്ടുണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്താൽ. ഇതെങ്ങനെയാണ് ഒരു സാഹചര്യം, മുടിയേറ്റിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇതാണ്. തുടർന്ന് എല്ലാ വർഷക്കാലവും മുടിയേറ്റ് സമയത്ത് അല്ലെങ്കിൽ മുടിയേറ്റ് ഉത്സവ സമയങ്ങളിൽ നിരവധി പൗരാണികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ പോകാനും ഭാഗ്യം സിദ്ധിച്ചു. ഇപ്പോൾ ഒത്തിരി പഴയ ക്ഷേത്രങ്ങളായിട്ടുള്ള കുറുമുള്ളൂർ പട്ടാരിയമ്മ ഭഗവതി ക്ഷേത്രം, മേമുറി നാമകുളങ്ങര ദേവീക്ഷേത്രം, നിരവധി ക്ഷേത്രങ്ങൾ അങ്ങനെ പോകാനും അവിടെയൊക്കെ നമുക്ക് പരിപാടി അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. മുടിയേറ്റ് എന്നത് കേരളത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കലാരൂപമാണ്, അനുഷ്ഠാന കലാരൂപമാണ്. നാടോടി നാടകം എന്നും പറയപ്പെടുന്നു. അമ്മ സങ്കല്പത്തിൻ്റെ ഒരു പൂർണ്ണത എന്നൊക്കെ നമുക്ക് മുടിയേറ്റിനെ കുറിച്ച് പറയാൻ സാധിക്കും. അതായത് പണ്ട് കാലങ്ങളിൽ 2 തരം ഉത്സവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. പടഹാദി ഉത്സവമെന്നും കൊടിയേറി ഉത്സവമെന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പടഹാദി ഉത്സവത്തിൽ
പെടുന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്നത്. അത് അന്നത്തെ കാലത്തൊക്കെ കൃഷി സംബന്ധമായിട്ട് വിളവെടുപ്പിന് ശേഷം അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭഗവതിക്ക് അവരുടെ ഒരു സന്തോഷത്തിന് സമർപ്പിക്കുകയും ആ ഒരു കിട്ടിയ ലാഭത്തിൽ അല്ലെങ്കിൽ കിട്ടിയ വിഹിതം അമ്മയ്ക്ക് മുമ്പ് സമർപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെ തുടങ്ങിയ ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് അത് ചിട്ടപ്പെടുത്തി അതിൻ്റെതായ ഇപ്പം കാണുന്ന രീതിയിൽ അത് ചിട്ടപ്പെടുത്തി എടുത്ത് വന്നതാണ്. ശരിക്കും കേരളത്തിലെ ഏറ്റവും പഴക്കം കലാരൂപം കൂത്ത് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് അതിന് മുമ്പേ തന്നെ മുടിയേറ്റ് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും കാലപ്പഴക്കം ചെന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റിനെ സംബന്ധിച്ചോളം അതിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എല്ലാ വസ്തുക്കളും നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്നും തന്നെ കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് മുടിയേറ്റിൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പം മുഖത്തെഴുത്തെന്ന് പറയും. മുഖത്ത് ചായം തേക്കുന്നത് ചായല്യം, മനയോല, കരി എന്നീ വസ്തുക്കളുകൊണ്ടാണ് അത് മുഖത്ത് എഴുതുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കുരുത്തോല കൊണ്ട് ഒരു മുടിയേറ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ ഭദ്രകാളിയുടെ കിരീടത്തിൽ മുടിയായിട്ട് ഉപയോഗിക്കുന്നത് കുരുത്തോലയാണ്. അതുപോലെ തന്നെ കൂളി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, അദ്ദേഹം അത് ഉടുത്തു കെട്ടുന്നത് കുരുത്തോലയാണ്. അത് മാല കെട്ടാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പന്തം കെട്ടാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നിരവധി കിരീടം കോർക്കാൻ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കുരുത്തോല കൊണ്ട് തന്നെ ഒരു മുടിയേറ്റ് നമുക്ക് നടത്തിക്കൂട്ടാമെന്ന് അന്നത്തെ നമ്മുടെ പൂർവീകരൊക്കെ അത് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നാച്ചുറലായിട്ട് അല്ലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കിട്ടുന്ന തന്നെയാണ് ഈ കലാരൂപം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. വസൂരി പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് നമുക്ക് മുടിയേറ്റ് നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാൽ പ്രകൃതിയുമായിട്ടും അല്ലെങ്കിൽ അമ്മ സങ്കല്പത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന രീതിയിൽ മുടിയേറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. മുടിയേറ്റ് സാധാരണയായിട്ട് നടത്തുന്നത് മധ്യകാലത്തിലെ ഭദ്രകാളി ഭഗവതി ക്ഷേത്രങ്ങളിലാണ്. ഭദ്രകാളി ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിലും മുടിയേറ്റ് നടത്തപ്പെടുന്നു. മുടിയേറ്റ് നടത്തുന്നതിൻ്റെ ഒരു വഴിപാട് എന്ന നിലയിലാണ് സാധാരണയായിട്ട് മുടിയേറ്റ് നടത്തുക. അത് കുടുംബ ഐശ്വര്യത്തിന് അല്ലെങ്കിൽ നാടിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക്, സന്താന സൗഭാഗ്യത്തിന്, പകർച്ചവ്യാധികൾ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് മുടിയേറ്റ് സാധാരണ വഴിപാടായിട്ട് നടത്തുക. മുടിയേറ്റിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുകയും തുടർന്ന് അതിൽ എല്ലാ അസുരന്മാരും നാമാവശേഷമാകുകയും ചെയ്യുന്നു. അതിൽ ദാനവതി എന്നും ദാരുമതി എന്നും 2 അസുര സ്ത്രീകൾ പാതാളത്തിൽ പോയി ഒളിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ കുലത്തിലുണ്ടായ ഈ നാശത്തിൽ അവർ അതീവ ദുഃഖിതരാകുകയും അവർ അതിനുശേഷം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് അതിശക്തന്മാരായിട്ടുള്ള 2 പുത്രന്മാരുണ്ടാവണമെന്നും നല്ല സമർത്ഥരും ബുദ്ധിമാന്മാരുമായിട്ടുള്ള മിടുക്കന്മാരുമായിട്ടുള്ള പുത്രന്മാർ ജനിക്കണമെന്നും ആ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് ബ്രഹ്മാവ് തൻ്റെ അവർക്കുള്ള അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം സാധിക്കട്ടെ, നിങ്ങൾക്ക് 2 പുത്രന്മാർ ജനിക്കട്ടെ എന്ന് അനുഗ്രഹം കൊടുക്കുകയും അതിനുശേഷം അവർ 2 പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. ദാനവതിക്ക് ദാനവേന്ദ്രൻ എന്നും ദാരുമതിക്ക് ദാരുകനെന്നും 2 അസുരന്മാരുണ്ടാവുന്നു. ഇവർ 2 പേരും ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ വംശത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വംശത്തിന് ഉണ്ടായ ആ ഒരു വലിയ വിപത്തിനെ കുറിച്ച് തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ അവര് തൻ്റെ അമ്മമാരെ തൻ്റെ വംശത്തെക്കുറിച്ച് പറയുകയും ഇങ്ങനെ ഒരു വംശം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഭാവിയിൽ, അതിങ്ങനെ ദേവന്മാരുടെ അസുരന്മാരുടെ യുദ്ധത്തിൽ നാമാശേഷമാകുകയും ഇങ്ങനെയുള്ള കഥകളൊക്കെ അവരെ പറഞ്ഞ് ചെറുപ്പം തന്നെ ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കൗമാരപ്രായം ആകുമ്പോൾ തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന സമയത്ത് ബ്രഹ്മാവ് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വരങ്ങൾ, എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ 1000 ദാരികന്മാർ ഞങ്ങളെപ്പോലെ ഉണ്ടാവണം. തുടർന്ന് എതിർക്കുന്ന ആളുകളുടെ പകുതി ശക്തി നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ രാത്രിയിലും പകലും ഞങ്ങളെ വധിക്കുവാൻ പാടില്ല. അതിനുശേഷം പറയുന്നു മൃഗങ്ങളാലോ പുരുഷന്മാരോ വധിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒട്ടനവധി വരങ്ങൾ അവർ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മാവിന് സ്വാഭാവികമായിട്ട് ബ്രഹ്മാവ് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ത്രീയാൽ മരണപ്പെടാൻ പാടില്ല എന്ന വരം വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ വളരെ ബ്രഹ്മാവിനെ ആക്ഷേപിക്കുന്നു. കാരണം ഒരു പെണ്ണ് ഞങ്ങളെ കൊന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഞങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുലത്തിന് തന്നെ അപമാനമാണെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ അധിക്ഷേപിക്കാനുണ്ടായി.
തുടർന്ന് ബ്രഹ്മാവ് അന്ന് നിങ്ങളൊരു സ്ത്രീയാൽ മരണപ്പെടട്ടെ എന്ന് ശപിക്കുകയും തുടർന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ വരങ്ങളിൽ അഹങ്കാരികളായിട്ട് മാറിയിട്ടുള്ള ദാരിക ദാനവേന്ദ്രന്മാര് ത്രിലോകങ്ങളും പിടിച്ചടക്കുന്നു. സ്വർഗത്തിൽ ചെന്നിട്ട് ഇവരെല്ലാം ദേവന്മാരെ എല്ലാം ഓടിക്കുകയും അങ്ങനെ എല്ലാ രീതിയിലും അവരെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആ ഭരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവർ എത്തുകയും ചെയ്യുന്നു. അത് സാധുജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സാഹചര്യം ഇല്ലാണ്ടാവുന്ന സ്ത്രീജനങ്ങളെ പരമാവധി ഉപദ്രവിക്കുക, മറ്റു സകലരെയും അവരുടെ ദുഷ്ഭരണത്തിന്റെ കീഴിൽ അവരെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സഖികെട്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാര് മഹാവിഷ്ണുവിനെ കാണുന്നുണ്ട്, പരമേശ്വരനെ കാണുന്നുണ്ട്. അപ്പൊ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന സമയത്ത് ഈ ഒരു സ്ത്രീയാൽ മരണപ്പെട്ടെ എന്നുള്ളൊരു ശാപമുള്ളതുകൊണ്ട് ഒരു സ്ത്രീകൾക്ക് മാത്രമേ ഈ ദാരിക ദാനവേന്ദ്രന്മാരെ കൊല്ലാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ദേവേന്ദ്രൻ. അപ്പൊ ഉടനെ ദേവേന്ദ്രന്മാര് കൂടിയാലോചിച്ചതിന് ശേഷം സപ്തമാതൃക്കളെ യുദ്ധത്തിന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. സപ്തമാതൃക്കളെ യുദ്ധത്തിന് വിടുന്ന സമയത്ത് അവരും ഈ ദേവന്മാരെ ആഗ്രഹപ്രകാരം സാധുജനങ്ങളുടെയും ഋഷിമാരുടെയൊക്കെ ആഗ്രഹപ്രകാരം ആ അസുര നിഗ്രഹത്തിന് പോകുന്ന സമയത്ത് പക്ഷെ വളരെ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയും അതിൽ പക്ഷെ സപ്തമാതൃകൾ പിന്തിരിഞ്ഞ് മാറുന്നൊരവസ്ഥ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോഴും ആയിരക്കണക്കിന് ദാരികന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാണ്ടാവുകയാണ്. അവരങ്ങനെ പിരിഞ്ഞ് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും. തുടർന്നാണ് നാരദ മഹർഷി ഇതിന്റെ വരികയും നാരദ മഹർഷി ദാരിക ദാനവേന്ദ്രന്മാരുടെ കൊട്ടാരത്തിൽ ചെല്ലുകയും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത് ഈ നാരദ മഹർഷിയെ പിടിച്ചു കെട്ടി വധിക്കുവാൻ വരെ ദാരിക ദാനവേന്ദ്രന്മാര് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ തുടർന്ന് അതിസമർത്ഥമായിട്ട് നാരദ മഹർഷി അവരുടെ ദാരിക ദാനവേന്ദ്രന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും അവിടുന്ന് പരമശിവന്റെ അടുത്ത് വന്നിട്ട് തനിക്കുണ്ടായ അനുഭവങ്ങളും ഈ ത്രിലോകങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളെ കുറിച്ചും മഹാദേവന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവന്റെ കോപം കൊണ്ട് ജലിക്കുകയും തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ജനിക്കുകയാണ് ചെയ്യുന്നത്. 64 കരങ്ങളോടുകൂടി കോപാലുകമായിട്ടുള്ള ഒരു മഹാരൂപം തൃക്കണ്ണിൽ നിന്ന് ജനിച്ച് നേരെ പറക്കളത്തിലേക്കാണ് പോകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ദാരികനും ദാനവേന്ദ്രനുമായിട്ട്. അപ്പൊ അതിഘോരമായിട്ടുള്ള യുദ്ധത്തിനൊടുവിൽ ഇടയ്ക്ക് ഭദ്രകാളിയും പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഓരോ തുള്ളി രക്തം വീഴുന്ന സമയത്തും ആയിരക്കണക്കിന് ദാരികന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്ന ആളുടെ പകുതി ശക്തി കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ദാരികന്റെ ഭാര്യ മനോദരി മന്ത്രം ചൊല്ലുന്നുണ്ട്. മന്ത്രം ചൊല്ലുന്ന സമയത്ത് ആ മന്ത്രം നിർത്തിയാൽ മാത്രമേ ഉള്ളൂ ദാരികനെ വധിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ നിരവധി വരങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ശക്തനായിട്ടുള്ള പോരാളികളായിരുന്നു ദാരിക ദാനവേന്ദ്രന്മാര്. അവസാനം ഇതിനൊരു പോംവഴി കണ്ടെത്താൻ വേണ്ടി ഭദ്രകാളിയുടെ അടുത്ത് ഭദ്രകാളി ആലോചിക്കുകയും തുടർന്ന് വേതാളി കൈലാസത്തിന്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന വേതാളി എന്നുള്ള വലിയൊരു സ്വരൂപം, കാട്ടിൽ കിടക്കുന്ന വലിയൊരു സ്വരൂപത്തെ വേതാളി എന്നുള്ള സ്വരൂപത്തെ കൂട്ടിക്കൊണ്ടുവരികയും ആ വേതാളിയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ വേതാളിയോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് വേതാളിയെ യുദ്ധത്തിൽ കൊണ്ടിരുന്നത്. അപ്പൊ എന്തോരം രക്തം വേണേൽ നിനക്ക് തന്നോളാം എന്നുള്ള ഒരു എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വേതാളിയെ യുദ്ധത്തിന് ഭദ്രകാളി കൊണ്ടിരുന്നത്. അപ്പൊ വേതാളിയുടെ നാക്ക് വിരിച്ചിട്ടിട്ട് പറക്കളത്തിലേക്ക് നാക്ക് വിരിച്ചിട്ടിട്ടാണ് യുദ്ധം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സ്വരൂപമാണ്. ആ നാക്കിൽ കിടന്നാണ് യുദ്ധം ചെയ്യുന്നത്. ദാരിക ദാനവേന്ദ്രന്മാരും അസുരപ്പടയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പൊ കിട്ടുന്ന രക്തം മുഴുവൻ വേതാളി അപ്പൊ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തുള്ളി രക്തം പോലും ഭൂമി വീഴാതെ വേതാളി അതിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ദാരിക വധത്തിനോട് അടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു കാര്യം. മനോദരി പരമശിവനെ കാണുകയും പരമശിവന്റെ അടുത്തുനിന്ന് ഒരു തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വരമുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തൊരു ആഗ്രഹം അല്ലെങ്കിൽ എന്തൊരു കാര്യം നടക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഭസ്മം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഭസ്മം ആരുടെ നേരെ എറിഞ്ഞാൽ പോലും എറിയുന്ന സമയത്ത് അയാള് വസൂരി വന്ന് മരണപ്പെടുമെന്നാണ് മഹാദേവൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് ഭദ്രകാളിയായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയം ഈ മനോദരി കാണുന്നത്. ആ സമയത്ത് ഈ ഭസ്മം എടുത്ത് മനോദരി ഭദ്രകാളിയുടെ നേർക്കെറിയുകയും ഭദ്രകാളിയുടെ മുഖം മുഴുവൻ ശരീരം മുഴുവൻ വസൂരി വന്ന് നിറയുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധം ചെയ്യാൻ മേലാത്തൊരു സാഹചര്യം വന്ന സമയത്താണ്
പരമശിവൻ തന്നെ തൻ്റെ തുടയിൽ നിന്നും കണ്ഠകർണനെ എന്ന ദേവനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ കണ്ഠകർണൻ പോവുകയും തൻ്റെ പെങ്ങളായിട്ടുള്ള ഭദ്രകാളിയുടെ അടുത്ത് ചെന്ന് ആ വസൂരിക്കലകളെല്ലാം നക്കി തുടച്ചെടുക്കും എന്ന് പറയുന്നത്. എല്ലാ വസൂരിക്കലകളെയും നക്കിയെടുക്കുകയും അങ്ങനെ ഭദ്രകാളിയെ തന്റെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുകയും ചെയ്യുന്നു. പിന്നീട് നടന്ന ഘോരമായ യുദ്ധത്തിൽ ദാരികന്റെ വധം പൂർണ്ണമായിട്ടും അത് അവശേഷിക്കുന്നു. മൊത്തം ദാരിക ദാനവേന്ദ്രന്മാരെ രണ്ടുപേരെയും വധിച്ചു. കുറച്ച് നമ്മുടെ വട്ടകത്തിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ ദാരികന്റെ ചോര സ്വീകരിക്കുകയും തല വെട്ടി കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ തൻ്റെ അച്ഛനായ കൈലാസത്തിൽ പോവുകയും അവിടെ അച്ഛന് മുമ്പിൽ അത് തൻ്റെ ജന്മ ഉദ്ദേശം സഫലമായെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അമ്മ ദൈവമായിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ജനങ്ങളെ അനുഗ്രഹിച്ച് വാഴാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സങ്കല്പത്തിൽ പോരുന്നതാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. മുടിയേറ്റ് എന്ന് പറഞ്ഞ ഇതിൻ്റെ കഥയുടെ ഐതിഹ്യം ഇതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മുടിയേറ്റ് എന്ന കലാരൂപം അരങ്ങേറുന്നത്. അപ്പൊ മുടിയേറ്റിന്റെ തുടക്കം തന്നെ നമുക്കറിയാം കളയെഴുത്തുംപാട്ടുമാണ്. കളയെഴുത്തുംപാട്ട് എന്ന് പറഞ്ഞാൽ ആ കളത്തിൽ ഭദ്രകാളിയുടെ കോലം വരച്ച് അതിലേക്ക് ആവാഹിച്ചിരുത്തി നേദ്യം കൊടുത്ത് പൂജ ചെയ്ത് സംതൃപ്തിയാക്കുവാണ് ഭദ്രകാളിയെ. അപ്പൊ ആ ഭദ്രകാളിയുടെ മുമ്പിൽ മുടിയേറ്റ് അവതരിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മുടെ കഥകള് ഒരാൾ പറയുകയോ അല്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അമ്മയുടെ മുമ്പിൽ അമ്മയുടെ കഥകൾ അവതരിപ്പിക്കുകയാണ്. അമ്മ എന്താണ് ചെയ്തത്, ആ അമ്മ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അമ്മയൊക്കെ കൂടുതൽ സംതൃപ്തിയാകുകയും അത് കളിക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ കാണാൻ വന്ന ഭക്തജനങ്ങളെയും ആരാണോ ഈ അമ്മയുടെ കഥ ആ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുടിയേറ്റ് മാറും. മുടിയേറ്റിലെ മുഖത്തെഴുത്ത് എന്ന് പറയുമ്പോൾ ദാരിക ദാനവന്തരന്മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ചായില്യം മനയോല കരിയാണ് ഉപയോഗിക്കുന്നത്. ഭദ്രകാളിയുടെ മുഖത്ത് കരിയാണ് മുഴുവൻ ആദ്യം പരട്ടുക. അതിനുശേഷം ചുട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ പച്ചരി തരിയില്ലാണ്ട് അരച്ച് അതിൽ 1/3 ചുണ്ണാമ്പ് ചേർത്താണ് ചുട്ടി ഉണ്ടാക്കുന്നത്. ചുണ്ണാമ്പ് കൂടിയാൽ കുറച്ച് മുഖം പൊള്ളും, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുത്തിയാൽ ഇരിക്കുകയില്ല. അപ്പൊ അത് കൂട്ട് കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയാം. അപ്പൊ അത് ചുട്ടി കുത്തുന്നതിന്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കഥയിൽ പറഞ്ഞ പോലെ തന്നെ വസൂരി കലകൾക്ക് പ്രതീകമായിട്ടാണ് ചുട്ടി കുത്തുന്നത്. അപ്പോ മുഖത്ത് ചുട്ടി കണ്ഠകർണൻ ബാക്കിയെല്ലാ വസൂരി കലകൾ എടുക്കുകയും ചെയ്യുന്ന സമയത്ത് മുഖത്തെ വസൂരി കലകൾ അങ്ങനെ എത്തും. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് ഭദ്രകാളി ഈ ചുട്ടി കുത്തുന്നത്. വസൂരി കലയുടെ പ്രതീകമായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് മുഖത്ത് നിറച്ചാണ് ഭദ്രകാളിയുടെ മുഖത്ത് നിറച്ചും വസൂരി കലകൾ വന്നതിന് പറയുന്നത് നിറച്ചും ചുട്ടിയാണ്. ഇപ്പൊ കൺപോളയുടെ അവിടെ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് കാണാൻ പറ്റുള്ളൂ. ബാക്കി മുഖം മുഴുവൻ ചുട്ടിയാണ്. അപ്പം ആ വസൂരി കലയുടെ പ്രതീകമായിട്ടാണ് അത് ചെയ്യുന്നത്. ദാരികൻ ചുട്ടി കുത്തുന്നത് എന്താ വെച്ചാൽ ദാരികൻ വളരെ സൗന്ദര്യവാനായിരുന്നു, വളരെ സൗന്ദര്യമുള്ള ആളായിരുന്നു ദാരികൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരനാണ്. അപ്പൊ അവരെല്ലാം മുഖത്ത് ചെറിയ ചുട്ടിയാണ് കുത്തുന്നത്, കുഞ്ഞു ചുട്ടിയാണ് കുത്തുന്നത്. അപ്പൊ ഒരു കത്തിവേഷത്തിന്റെ ഭാഗമായിട്ടും അത് കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കാളിയും ദാരികനും ചുട്ടി കുത്തുന്നതിന്റെ ഒരു ചെറിയ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോട് ഒരു കത്തിവേഷത്തിന്റെ പച്ച ചുവപ്പ് കളറൊക്കെ ദാരികന്റെ മുഖത്ത് വരുന്നത്. ഈ രീതിയിലാണ് എൻ്റെ മുഖത്തെഴുത്ത് എന്ന രീതിയിൽ വരുന്നത്. കരി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കൺമഷി മേടിക്കുമല്ല, അത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന് മേളിൽ ഓട് ചാരി വെച്ചിട്ട് അതിലുണ്ടാകുന്ന കരി ചിരണ്ടി എടുത്തിട്ട് എണ്ണയിൽ ചാലിച്ചിട്ടാണ് കരി ഉണ്ടാക്കുന്നത്. ചായല്യം മനയോലയും ചായല്യം കല്ലുണ്ട്, അത് വരച്ചിട്ടാണ് നമ്മൾ ചുവപ്പ് കളർ അല്ലേ ആക്കുന്നത്. ഈ രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മുഖത്തെഴുത്തൊക്കെ നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 7 വേഷങ്ങൾ 7 ഭാഗങ്ങളോട്ടാണ് അവതരിപ്പിക്കുന്നത്. കളയെഴുത്തുംപാട്ടിന് ശേഷം മുടിയേറ്റിൽ ആദ്യ അരങ്ങത്ത് കേളി ആണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അരങ്ങത്ത് കേളിക്ക് മുമ്പ് ഭദ്രകാളി വേഷധാരിയിൽ നിന്നും അണിയറയിൽ നിന്നും വഴിപാടുകാരൻ ആരാണോ അദ്ദേഹം വിളക്ക് കത്തിച്ച് മേടിക്കുകയും നടക്കെ പോയി തൊഴുതിന് ശേഷം കളിവിളക്ക് മുടിയേറ്റിന് വെളുക്കുന്ന കളിവിളക്ക് കൊളുത്തുകയും കളിവിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മുടെ മുടിയേറ്റിന്റെ അരങ്ങത്ത് കേളി ആരംഭിക്കും. അരങ്ങത്ത് കേളിക്ക് ശേഷം അരങ്ങ് വാഴ്ത്തൽ, ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന അരങ്ങ് വാഴ്ത്തൽ നടത്തും. അതിനുശേഷമാണ് ആദ്യ രംഗമായ ശിവനാരദ സംവാദത്തിലേക്ക് വരുന്നത്. ശിവനാരദ സംവാദം ശിവന്റെ അടുത്ത് തന്നെ നാരദ മഹർഷി തൻ്റെ സങ്കടങ്ങളും ജനങ്ങൾ അല്ലെ ത്രിലോകങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു രംഗമാണ്. അതിനുശേഷമാണ് ദാരികം പുറപ്പാട്.
അപ്പോൾ ദാരികൻ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ജനങ്ങളെ കാണിക്കുന്ന ഒരു രംഗമാണ് ദാരികൻ പുറപ്പാട്. അപ്പോൾ ദാരികൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം, അവൻ്റെ അഹങ്കാരം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണ ശൈലിയാണ് ദാരികൻ പുറപ്പാട്. ഒരു പ്രത്യേക സ്റ്റേജോ പ്രത്യേക ഒരു സ്ഥലമോ ഒന്നുമില്ല. അത് വിളക്ക് വെക്കുന്ന ഒരു ഏരിയ, കലാകാരൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് ആ കലകൾ ആ സ്ഥലങ്ങൾ മൊത്തം എടുക്കുന്നതിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ദാരികൻ പുറപ്പാടിന് ശേഷം ദാരികൻ പുറപ്പാടിൻ്റെ അവസാനം ദാരികൻ പോർക്ക് വിളിക്കുന്നു. പോർക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ 4 ദിക്കും നോക്കി 4 പർവ്വതങ്ങളെ ആധാരമാക്കി തന്നെ ജയിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന രീതിയിലാണ് വെല്ലുവിളിക്കുന്നത്. അതിന് എതിരായിട്ട് ഭദ്രകാളി തിരിച്ചു വെല്ലുവിളിക്കുന്നതായിട്ട് പുറയിൽ നിന്നും മേളക്കാർ അത് തിരിച്ചു വെല്ലുവിളിക്കുന്നു. അതിനുശേഷമാണ് മുടിയേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് കാളി പുറപ്പാട്, ഭദ്രകാളി പുറപ്പാട്. അതായത് ഈ ദാരികന്റെ വെല്ലുവിളിന് കേട്ടതിന് ശേഷം ഭദ്രകാളി നടയിൽ പോയി, അല്ലെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ ഭദ്രകാളിയുടെ വേഷധാരി അദ്ദേഹം ഉപയോഗിക്കുന്ന മുടി, ആ മുടി ഏറ്റുന്നതിനാണ് മുടിയേറ്റ് എന്ന് പേര് വന്നത്. അതായത് വരിക്കപ്ലാവിൻ്റെ തടിയാണ് അത് ആ കിരീടം പണിതേക്കുന്നത്. വരിക്കപ്ലാവിൻ്റെ തടി ഭൂമിയിൽ തൊടാതെ വെട്ടിയെടുത്ത് അതിൽ ഭദ്രകാളിയുടെ മുഖം കുത്തി പരദേവതാ ക്ഷേത്രത്തിൽ 7 ദിവസം ജീവകലശാടിയ മുടി കിരീടം, ആ കിരീടം തലയിലേറ്റുന്നതിനാണ് മുടിയേറ്റ് എന്ന് പേര് വന്നത്. ആ മുടിയേറ്റി തലയിലേറ്റതിന് ശേഷം ശ്രീകോവിലിൻ്റെ അകത്തുനിന്ന് തിരുമേനി ഒരു മാല കൊടുക്കുന്നു. ആ മാല കഴുത്തിലണിഞ്ഞ് അകത്തുനിന്ന് തിരുവാള് പൂജിച്ച് മേടിച്ചതിന് ശേഷം ആ വാളുമായിട്ടാണ് ദാരികവധത്തിന് കൈലാസത്തിൽ നിന്ന് എങ്ങനെയാണോ ഭദ്രകാളി പടക്കളക്കത്തിലേക്ക് പോകുന്നത് ആ രീതിയിൽ ശ്രീകോവിലിന് മുമ്പിൽ നിന്നും ആർപ്പവും കുരവയും അമ്മമാർ താലപ്പൊലിയൊക്കെ എടുത്തുകൊണ്ട് ആ രംഗത്തേക്ക്, അല്ലെ ദാരികൻ പോർക്ക് വിളിച്ച ആ രംഗത്തേക്ക് കളിവിളക്കിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് മുടിയേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഭദ്രകാളി പുറപ്പാടാണ്. അതിനുശേഷമാണ് കോയിമ്പടനാർ എന്നൊരു കഥാപാത്രം വരുന്നത്. കോയിമ്പടനാർ എന്ന് പറഞ്ഞാൽ നന്ദികേശൻ, അതായത് നന്ദികേശൻ വേഷം മാറി സൂത്രധാരൻ എന്ന സംസ്കൃത നാടകത്തിലേക്ക് സൂത്രധാരൻ്റെ വേഷത്തിൽ നമ്മുടെ മുടിയേറ്റിലേക്ക് അല്ലെങ്കിൽ ആ യുദ്ധ സ്ഥലത്തേക്ക് വരുന്നതിനാണ് കോയിമ്പടനാർ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ കൈലാസത്തിൽ നിന്ന് ഈ യുദ്ധക്കളം വരെയുള്ള ഭാഗങ്ങളെ സമകാലിക വിഷയങ്ങളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ചില ഹാസ്യരൂപേണ ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ആ രംഗം വരുന്നത്. അതിനുശേഷമാണ് മുടിയേറ്റിലെ ഏക ഹാസ്യ കഥാപാത്രമായ കൂളി രംഗപ്രവേശനം ചെയ്യുന്നത്. കൂളി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ പ്രധാനിയാണ് കൂളി. കൂളി അന്നത്തെ കാലത്ത് സ്ത്രീജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ അല്ലെങ്കിൽ ദുരിതങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് കൂളി. പക്ഷെ അത് ഹാസ്യരൂപേണയാണ് അവതരിപ്പിക്കുന്നുള്ളത്. വരുന്ന മുടിയേറ്റ് കാണാൻ വരുന്ന ആളുകളെല്ലാം തൻ്റെ മക്കളായിട്ടും അവരെ എടുത്തുകൊണ്ട് വരികയും അവരെ കളിയാക്കുകയും അവരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് മുടിയേറ്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പം തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ മുടിയേറ്റ് കാണാൻ വന്ന എല്ലാ ആളുകളെയും മക്കളുടെ ഒരു സങ്കല്പത്തിൽ തൻ്റെ മക്കളാണെന്നുള്ളതിൻ്റെ ഒരു ഭാവം കൊടുത്തുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള കഴിഞ്ഞ ദാരികൻ പുറപ്പാടാണെങ്കിലും കാളി പുറപ്പാടാണൊക്കെ രൗദ്രഭാവങ്ങളുടെ ഒരു പ്രതീകമാണ്. അതിനുശേഷമാണ് ഹാസ്യ കഥാപാത്രമുള്ള കൂളി വരുന്നത്. കൂളി പുറപ്പാടിന് ശേഷം മുടിയേറ്റിലെ കൂടിയാട്ടം എന്നാണ് പറയുന്നത്. കൂടിയാടുക, അതായത് കാളി ദാരികനും ദാനവേന്ദ്രന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. ഒരു സ്ഥലത്ത് കാളി കൂളിയും മറുസ്ഥലത്ത് ദാരിക ദാനവേന്ദ്രന്മാരും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിന് അതിഘോരമായുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിനൊടുവിൽ കാളി കെട്ടിയ ആൾക്ക് പോർക്കലി ബാധിക്കുകയും കിരീടം പിഴുതെടുത്ത് കയ്യിൽ പിടിച്ച് കറക്കി, ആയുധം പിടിച്ച് കറക്കി, കൈ പിടിച്ച് കറക്കിക്കൊണ്ട് വന്ന് സ്റ്റൂളെ കൊണ്ടിരുത്തും. അപ്പോൾ ദാരിക ദാനവേന്ദ്രന്മാർ പാതാളത്തിൽ പോയി ഒളിക്കുന്ന സങ്കല്പത്തിൽ അവിടുന്ന് രംഗത്തുനിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പോർക്കലി ബാധിച്ച കാളിയെ പിടിച്ചിരുത്തി സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം വീണ്ടും കിരീടം വച്ചതിന് ശേഷം ദാരിക ദാനവേന്ദ്രന്മാരായിട്ടുള്ള വാക്ക് തർക്കത്തിനൊടുവിൽ കിരീടം വെട്ടിയെടുക്കുന്നു. കഥയിൽ ഇത് പറയുന്ന സമയത്ത് ദാരിക ദാനവേന്ദ്രന്മാർ പാതാളത്തിൽ ഒളിക്കുകയും രാത്രിയിൽ മായായുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ദാരിക ദാനവേന്ദ്രന്മാർ. അപ്പോൾ രാത്രിയിൽ മായായുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ദാരിക ദാനവേന്ദ്രന്മാരെ തൻ്റെ തിരുമുടി അഴിച്ചിട്ട് സൂര്യബിംബത്തെ മറിച്ച് രാത്രിയാന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ യുദ്ധക്കളത്തിലേക്ക് വന്ന് ദാരിക ദാനവേന്ദ്രനെ വധിക്കുന്ന ഒരു ഭാഗം കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സങ്കല്പത്തിലാണ് ഈ മുടി പിഴുതെടുക്കുന്ന സമയത്ത് ദാരിക ദാനവേന്ദ്രന്മാർ ഓടി മാറുന്നത്. അപ്പോൾ അവർ പാതാളത്തിൽ പോയി ഒളിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവർ ഓടി മാറുന്നത്. അതിനുശേഷം മുടി വെച്ച് മുറുക്കുന്ന സമയത്ത് സൂര്യബിംബത്തെ മറിച്ചു എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അതിനുശേഷം ദാരിക വന്നു കഴിയുന്ന സമയത്ത്
അവരെ പ്രതീകമായി വധിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഈ ദാരികദാനമന്ത്രി വധം നടക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. 2 മണി മുതൽ ഒരു 4 മണി വരെയുള്ള കാലഘട്ടത്തിലാണ് ദാരികവധം നടക്കുന്നത്. അതുകൊണ്ടാണ് ദാരികന് രാത്രിയിലും കൊല്ലാൻ പാടില്ല, പകലും കൊല്ലാൻ പാടില്ല വരമുള്ളതുകൊണ്ടാണ് ആ സമയത്താണ് ദാരികവധം നടക്കുക. അപ്പോൾ ഇതാണ് മുടിയേറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന 7 രംഗങ്ങളും 7 ഭാഗങ്ങളുമായിട്ടാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ദാരികവധത്തിന് ശേഷം അവിടെ വരുന്ന ഭക്തജനങ്ങളെ, കൊച്ചുകുട്ടികളെ പേടി മാറാനും അവിടെ ചെറിയൊരു അസുഖങ്ങൾ മാറാനൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ കൊടുക്കുകയും അമ്മയെ അവരെ എടുത്ത് ഒഴിയുകയും അതോടൊപ്പം തന്നെ വരുന്ന ഭക്തജനങ്ങളെല്ലാം പന്തം ഒഴിഞ്ഞും അവരെ ആ മുടിയിലെ പ്രസാദം അല്ലെങ്കിൽ മുടിയിലെ പൂവ് പ്രസാദമായിട്ട് നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് മുടിയേറ്റിൽ സാധാരണയായിട്ട് അവതരിപ്പിക്കുന്നത്. മുടിയേറ്റിൽ ചില രാഗങ്ങൾ വരുന്നുണ്ട്. ഭൈരവി, നീലാംബരി, ഭൂവാളം, ഇങ്ങനെയുള്ള രാഗങ്ങളാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരുന്നത്. മേളം എന്ന് പറയുന്നത് ചെണ്ട, വലന്തല, താളം എന്നീ 3 വാദ്യോപകരണങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്പട, അടന്ത, അതുപോലെ തന്നെ ചെമ്പടവല്ലി, ഇങ്ങനെയുള്ള മേളങ്ങളും കയറി വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മേളത്തിൻ്റെ പല മേളങ്ങളും കയറി വരുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു മേളം കൊട്ടുക എന്നുള്ളതല്ല, വേഷക്കാരൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ വേഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയതിന് ശേഷം മേളം മാറി മാറി വരുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ പല മേളങ്ങളും കൂടി ചേർന്നുള്ള വളരെ ആസ്വാദനകരമായിട്ടുള്ള ഒരു മേള ശൈലിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും കുറുപ്പന്മാർ, മാരാന്മാർ ആ രീതിയിലുള്ള ആളുകളാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് നേരത്തെ കാലം കൊണ്ട്. പിന്നീട് ഇത് ഇപ്പം എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്ന കുറച്ച് കലാകാരന്മാർ ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ആ രീതിയിൽ പണ്ട് തൊട്ടേ മുടിയേറ്റ് എന്നത് ചുരുക്കം ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആശാൻ്റെയൊക്കെ അറിവനുസരിച്ച്, എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ മുടിയേറ്റെന്ന കലാരൂപം കൊണ്ടു നടന്നത്. ഒന്ന് വണ്ടിയോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് വന്ന ഒരു സ്ഥലത്ത് വന്നു വരികയും അവിടെ പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം. മുടിയേറ്റ് പണ്ട് കാലങ്ങളിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തായ നീണ്ടൂർ പഞ്ചായത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ മുടിയേറ്റ് അവതരിപ്പിക്കുകയും അന്ന് ശരിക്കും അവിടെ ദാരികവധം ഒറിജിനലായിട്ട് നടന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇത് അന്നൊക്കെ മുടിയേറ്റിൽ ചുരുക്കം ചില പേരെ ആൾക്കാർ, ഇപ്പം മേളത്തിനാണെങ്കിലും 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4 വേഷവും അകപ്പെടെ 8-9 പേര് കൊണ്ട് മുടിയേറ്റ് നടത്തുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഭദ്രകാളിക്ക് കോപം വരുന്ന സമയത്ത് ഇങ്ങനെ മുടി പറിക്കാൻ പറ്റാതാകുകയും അതോടൊപ്പം തന്നെ ഓടുന്ന സമയത്ത് ശരിക്കും ഒരു കിണറ്റിൽ വീഴുകയും ആ കിണറ്റിൽ വീഴുന്ന സമയത്ത് മാവില കൊണ്ട് ദാരികൻ്റെ കഴുത്തറുത്തു എന്നൊക്കെ പറയണത്. അപ്പം കിണറ്റ് വെച്ച് കഴുത്തറുത്തു എന്നാണ് പറയുന്നത്. അമ്മാനും മരുമോനുമായിരുന്നു അന്ന് വേഷം കിട്ടും. ആ ഒരു തീവ്രതയിൽ അവർ ഒറിജിനലായിട്ട് കാളിയും ദാരികനായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുകയും അപ്പം ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പൂർവികരായിട്ടുള്ള ആളുകളും നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുടിയേറ്റിൽ ശരിക്കും നല്ല രീതിയിലുള്ളൊരു കായിക അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. യുദ്ധം ചെയ്യുന്ന സമയത്ത് ശരിക്കും പച്ചിരുമ്പ് കൊണ്ടുള്ള ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ സാധാരണ നാടകത്തിലോ അതിലൊക്കെ കാണുന്ന പോലെ ആക്ടിങ് അല്ല, ശരിക്കുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നതാണ്. അപ്പം അതിന് നമുക്ക് തന്നെ ചില അനുഭവങ്ങൾ, എൻ്റെ കൈക്കൊക്കെ ചില വെട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. കാളിയും ദാരികനുമൊക്കെ തന്നെ ആ രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് സ്വാഭാവികമായിട്ട് ആ മേളത്തിൻ്റെ കൊഴുപ്പോടെയും അല്ലെങ്കിൽ ആളുകളുടെ ആർപ്പവും കുറവോടു കൂടി നമ്മൾ അതിലേക്ക് ആ ലയത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം മുടിയേറ്റ് നടക്കുമ്പോഴും നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ മുടിയേറ്റ് എന്ന് പറയുന്നത് ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കലാരൂപം മാത്രമല്ല, അതിൽ കളിക്കുന്ന കലാകാരന്മാരും അതിലേക്ക് ഇഴകിച്ചേർന്ന് ആ ധർമ്മത്തെ സ്ഥാപിക്കുന്ന എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട്
നിലകൊള്ളുന്ന ആളുകളുടെ ആ രീതിയിലേക്ക് തന്നെ ഇതിനെ മാറ്റപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ മുടിയേറ്റ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ തെയ്യമൊക്കെ ഇതിൻ്റെ കണക്റ്റഡ് ആണ്. അതിലൊക്കെ ആ കലാകാരന്മാർ ചെയ്യുന്നത് അതിലേക്ക് ഇടകി ചേർന്ന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവർ കേവലം ഒരു പൈസ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ആ ഒരു അന്തസ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മഹാത്മ്യത്തിലേക്ക് ഇഴകി ചേർന്ന് അവർ ആ പരിപാടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുടിയേറ്റ് ഇന്നും ഈ നിലനിൽക്കാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ്. മുടിയേറ്റ നോയമ്പ് എന്ന് പറയുന്നത് 41 ദിവസമാണ് നോക്കുന്നത്. വൃശ്ചിക മാസം തുടങ്ങുമ്പോൾ നോയമ്പ് തുടങ്ങും. വേഷം ചെയ്യുന്ന എല്ലാ ആളുകളും നോയമ്പ് നോക്കണം എന്നുള്ളതാണ് ചിട്ട. മുടിയേറ്റ് പിന്നെ നോയമ്പ് വൃശ്ചിക മാസത്തോടുകൂടി നമ്മുടെ ആരംഭിക്കും. 41 മുടിയേറ്റ് ആരംഭിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ ആദമ്പള്ളിക്കാവ് പോലുള്ള അമ്പലങ്ങളിൽ മുടിയേറ്റ് ആരംഭിക്കും. അതിനുശേഷം മകരമാസം, കുംഭം, മീനം, മേടമാസങ്ങളിലാണ് മുടിയേറ്റ് സാധാരണയായി നടക്കുക. ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ആ നോയമ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ശാരീരികവും ഭക്ഷണക്രമത്തിലൊക്കെയുള്ള ആ നോയമ്പ് നമ്മൾ പരിപാലിച്ചാണ് പോകുന്നത്. പിന്നെ മുടിയേറ്റ് സാധാരണ അതിൻ്റെ യുദ്ധമുറകളും കളരിയൊക്കെ അല്ലെങ്കിൽ യുദ്ധമുറകളൊക്കെ ചെയ്യാൻ പഠിക്കുന്നത് നമ്മൾ കളരി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയ കളരി ഉണ്ടാവും. ആ കളരിയിലാണ് ഇതിൻ്റെ ബാക്കി ചിട്ടയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ആ യുദ്ധസമയത്ത് ദാരിക ദാനവേന്ദ്രന്മാരും കാളിയും തമ്മിലുള്ള യുദ്ധസമയത്തുള്ള കളരിയുടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് ആ കളരിയിൽ നിന്നാണ് പഠിക്കുന്നത്. ബാക്കിയെല്ലാം കൂടെ നടന്നാണ് നമ്മൾ പഠിക്കുക. ഗുരുത്വാല കീറാനും അതുപോലെ മാല കെട്ടാനും ഒക്കെ നമ്മൾ ഓരോ വേദികളിൽ ചെല്ലുന്ന സമയത്ത്, അല്ല ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവരോടൊപ്പം ഇരുന്നാണ് അത് പഠിക്കുക. ചില കാര്യങ്ങൾ ഇപ്പോൾ ചില പൂജ, വിളക്കത്ത് പൂജ പോലുള്ള ചില പൂജകൾ ദാരിയം പുറപ്പാടിന് ശേഷം ആ വിളക്കത്ത് വന്ന സമയത്ത് വിളക്കത്ത് പൂജകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ പുറപ്പാട് മുഴുവൻ ആ കലാകാരൻ്റെ മനോധർമ്മമാണ് കൂടുതലും അതിനകത്ത് പ്രയോഗിക്കേണ്ടി വരിക. ഈ രീതിയിൽ ഗുരുനാഥൻ്റെ ഒപ്പം തന്നെ കൂടെ നടന്നും അവരോടൊപ്പം ചേർന്നുകൊണ്ട് മാത്രമേ ഈ കല നമുക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടുതലും ഇന്ന് നമുക്ക് ഈ കലാരൂപത്തെക്കുറിച്ച് കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് ഡോക്ടർ ശ്രീകുമാർ ജി എഴുതിയ മുടിയേറ്റ് എന്നൊരു പുസ്തകമുണ്ട്. പിന്നെ കൊരട്ടി നാരായണക്കുറുപ്പ് ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട് മുടിയേറ്റിനെ കുറിച്ച്. അപ്പം അങ്ങനെ 1-2 ബുക്കുകൾ മാത്രമാണ് മുടിയേറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുക. ബാക്കിയെല്ലാം മുടിയേറ്റ് പണ്ട് കാലം മുതലേ വാമൊഴിയായിട്ട് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ചിട്ടയും കാര്യങ്ങളൊക്കെ വരുന്നത്. കാണികളായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും മുടിയേറ്റിൽ ഇഴകി ചേരുന്ന ഒരു കലാരൂപം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയേറ്റിൽ ദാരിയം പുറപ്പാടിൻ്റെ സമയത്ത് എല്ലാ ജനങ്ങളും ആർപ്പ വിളിക്കാനൊക്കെ വരുന്ന സമയത്ത് അവരെല്ലാം ദാരികൻ്റെ പടയാളികളായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണുന്നത് സാധിക്കുക. അപ്പം ദാരി എന്ന അസുര ചക്രവർത്തിയുടെ അനുയായികളും അവരുടെ പടയാളികളുമായിട്ട് അവരെ ദാരിയെ ആർപ്പ വിളിച്ച് കൊണ്ടിരുന്ന കാണും. അപ്പോൾ അവരെല്ലാം കാണികളാരുമില്ല. അപ്പോൾ അവരെല്ലാം ഇതിലും കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. അതുപോലെ ഭദ്രകാളി പുറപ്പാടുന്ന സമയത്ത് അവരെല്ലാം അമ്മയുടെ ഭൂതഗണങ്ങളായിട്ട് മാറുന്ന ഒരു കഥയാണ്. അപ്പോൾ ആർപ്പ വിളിക്കുകയും അമ്മയ്ക്ക് താലയെടുക്കുന്ന അമ്മമാരൊക്കെയാണ് അമ്മയുടെ ഭൂതഗണങ്ങളായിട്ട് മാറുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കാണികളില്ലാതെ തന്നെ അവരും മുടിയേറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. കൂടിയാട്ടത്തെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഒപ്പം തന്നെ അമ്മയ്ക്ക് ആർപ്പവും അമ്മയ്ക്ക് ആവേശവും കൊടുത്തുകൊണ്ട് ജനങ്ങളെല്ലാം അമ്മയോടൊപ്പം ആർപ്പവും വിളിച്ചു വരുന്ന സമയത്ത് അവരും മുടിയേറ്റിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ മുടിയേറ്റിൽ കാണികളോ അല്ലെങ്കിൽ നടത്തുന്നവരോ അങ്ങനെയുള്ള ഒരു വ്യത്യാസം മുടിയേറ്റില്ല. മറ്റെല്ലാ കലാരൂപങ്ങൾക്കും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മുടിയേറ്റിലെ എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയേറ്റ് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ തുറക്കുന്നവർ പറഞ്ഞു, ആദ്യം രൗദ്രമാണ്. 2 കഥാപാത്രങ്ങളും രൗദ്രമാണ്. പിന്നീട് ഒരു ഹാസ്യം വരുന്നു. പിന്നീട് ഒരു യുദ്ധം വരുന്നു. പിന്നീട് ദാരിയോഗത്തിലൂടെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യ മനസ്സിൽ ഭക്തിയും പേടിയും ഭയവും ഉണ്ടാകുന്നു. അതിനുശേഷം അവനെ മനസ്സ് റിലാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂളി എന്ന ഒരു കഥാപാത്രം വരുന്നു. അപ്പം അവനെല്ലാം മറന്ന് അവൻ്റെ എല്ലാ പേടിയും ഭയവും എല്ലാം മറന്ന് മനസ്സ് സാധാരണ രീതിയിൽ ചിരിക്കുന്ന ഒരു ഉന്മേഷപരമായിട്ടുള്ള കാര്യക്രമത്തിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുവരുന്നു. മൂന്നാമത് വരുന്ന സമയത്ത്, യുദ്ധം വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു പേടിയും ഭയവും ഒക്കെ വീണ്ടും അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു. പിന്നീട് സമാധാനത്തിൻ്റെ രീതിയിൽ ആ ദാരിക അസുര നിഗ്രഹത്തിന് ശേഷം സമാധാനപരമായിട്ടുള്ള മനസ്സിനെ ശാന്ത രീതിയിൽ ആ മനസ്സിനെ കൊണ്ടുവരുന്നു. അപ്പം മനുഷ്യ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാൽ പോലും
അതിനെയൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ തരണം ചെയ്ത് മുമ്പോട്ട് പോകാതിനെ കുറിച്ചും ഒരു ചെറിയൊരു പഠനം വരെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. അപ്പം എത്രയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളായാലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അമ്മ സങ്കല്പം, നമ്മുടെ പ്രകൃതി എന്നുള്ള അമ്മയുടെ, അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള അമ്മ എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപം തന്നെയാണ്, അതിനോട് ഇഴകി ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ് എന്ന് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ കൂളി സ്വന്തം മക്കളാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ കാണുന്നത്. ഇന്നത്തെ തലമുറ നമുക്കറിയാം എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പെരുമാറ്റവും അതിൻ്റെ രീതികളും നമുക്കറിയാൻ സാധിക്കും. ഇന്ന് വളരെയേറെ വ്യത്യസ്ത അല്ലെങ്കിൽ വളരെ ദുഷിച്ചമായിട്ടുള്ള സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കൾ എന്ന സങ്കല്പം, അല്ലെങ്കിൽ അമ്മ എന്നൊരു സങ്കല്പം, ആ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്ന, ജനങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരുന്ന ഒരു കലാരൂപം തന്നെയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇന്നിപ്പം പുതുതലമുറയിലെ വളരെയേറെ ആളുകൾ വരുന്നത് കുറവാണ്. കാരണം നമുക്കറിയാം ഇതിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ചിട്ടാണ് ഈ കലാരൂപം കൊണ്ടു നടക്കുന്നത്. അതിലേക്ക് ആളുകൾ വരവ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്നത്തെ സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ജീവിത ഉപാധി എന്ന നിലയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ ഈ കലാരൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പൈസയ്ക്കുപരി ഇത് നമ്മുടെ സംസ്കാരത്തിനൊരു ഭാഗമെന്ന നിലയിലും ആ ഭഗവതിയുടെ ഒരു ഇച്ഛ, അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു കലാരൂപ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും വരുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കലാരൂപത്തിലേക്ക് തന്നെ ആളുകളുടെ എണ്ണത്തിലേക്ക് വളരെയേറെ കുറവുണ്ടാകുന്നത്. മറ്റു പല കലാരൂപങ്ങളും അല്ലെ മറ്റു പല കാര്യങ്ങൾക്കും പോയാൽ അതിന് അവർ എഫർട്ട് എടുക്കുന്നതിനുള്ള ഒരു വേതനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അനുഷ്ഠാന കലകൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ തെയ്യാണേലും പറയുകയാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ അനുഷ്ഠാന കലകൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പോലും വളരെയേറെ അവർ ഇതിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും അതിനോടുള്ള ഒരു ഭക്തിയും ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതലമുറ തന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യവും വളരെയേറെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞ പോലെ തന്നെ വേതനം തന്നെയാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഹാർഡ് വർക്ക്, നേരത്തെ പറഞ്ഞ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് ഈ കലാരൂപം കടന്നു പോകുന്നത്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപ ഗണത്തിൽപ്പെടുന്ന ഒരു കലാരൂപമായിട്ടും മുടിയേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോത്സാഹന നിലയിൽ ഇപ്പം ഗവൺമെൻറ് ഒരു ഫെലോഷിപ്പ് പദ്ധതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. വജ്രജൂബിലി ഫെലോഷിപ്പ് ഇതുള്ള കലാരൂപങ്ങൾക്കും മറ്റു കലാരൂപങ്ങൾക്കൊക്കെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഒരു പരിധി വരെ, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു കാലഘട്ടം. 2 വർഷത്തേക്കാണ് കാലാവധി. അതിനുശേഷവും ഈ വരുന്ന കുട്ടികളെ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ ഫെലോഷിപ്പിന്റെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വേതനമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ വേതനം കിട്ടും എന്നുള്ള ഒരു ആശയത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ശേഷം നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മധ്യ കേരളത്തിൽ നടക്കുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ തന്നെ മറ്റു തെക്ക് വടക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ മറ്റു ഭാഗത്തുള്ള കലാ സ്ഥലങ്ങളിലേക്ക് ഇതിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യക്രമവും കൂടെ നമ്മുടെ ഈ സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഒത്തിരി ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ പെടുന്ന കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ഈ അനുഷ്ഠാന കല ചെയ്യുന്ന കലാകാരന്മാരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ കൂടെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും.